നാളെടുക്കും ഏതാണ്ട് ഒരാൾക്കൊരു ബേസിക് ആയിട്ട് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ? അതും ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് അനുസരിച്ച് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തരുടെ ഐക്യു ഡിഫറെന്റ് ആണെന്ന് പറയും. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 പേരെ ഒരുമിച്ചിരുത്തി ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും വാട്ട് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും, ആർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. 10 പേർക്കും 10 രീതിയിലാണ്. പിന്നെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് കർവ് ആണ്. ഓൾവേസ് മാർക്കറ്റ് ആയാലും ബിസിനസ് ആയാലും നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടും അഡാപ്റ്റബിൾ ആയിട്ടും പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കൺസേൺ അതാണ്. നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് ഉണ്ടാവും. മാർക്കറ്റിന്റെ സീസണലായിട്ട് കുറെ ചേഞ്ചസ് കാര്യങ്ങൾ വരാം, വരാൻ പോവാം. അപ്പൊ കഴിഞ്ഞ 2 വർഷം മുന്നേ ഉണ്ടായിരുന്ന മാർക്കറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്, എൻറ്റയർലി ചേഞ്ച് ആണ്. അപ്പൊ അന്ന് വർക്ക് ചെയ്തിരുന്ന പല സ്ട്രാറ്റജികളും ഇന്ന് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ ഇന്ന് വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി ചിലപ്പോൾ നാളെ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ അങ്ങനെ പല വിഷയങ്ങൾ വരാം. അപ്പൊ മാർക്കറ്റ് സൈക്കിൾസ് അനുസരിച്ച് നമ്മൾ അഡാപ്റ്റബിൾ ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റാറ്.